ഇഫ്താർ മീറ്റിലെ അണിഞ്ഞൊരുങ്ങി ഒരു ബ്രൈഡും കൂടി ഉണ്ടായാലോ? എങ്ങനെ ഉണ്ടായിരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ? എന്റെ ഈ ബ്രൈഡിന്റെ ഫംഗ്ഷൻ വരുന്നത് ഒരു ഇഫ്താർ മീറ്റോട് കൂടിയാണ് കേട്ടോ. അപ്പൊ ഹായ് ഹലോ, ഐ ആം തിസ്ലി, ദിസ് ഇസ് മൈ ബ്യൂട്ടിഫുൾ ബ്രൈഡ് സെബ. എല്ലായിടത്തും ഇഫ്താറിന് ഫുഡാണല്ലോ ഹൈലൈറ്റ് ആയി നിൽക്കുക. എന്നാൽ ഇവിടെ ഞങ്ങളുടെ ബ്രൈഡാണ് കേട്ടോ. പെട്ടെന്നറിച്ച കല്യാണം ആയതുകൊണ്ട് തന്നെ ഒന്നിനും ആൾക്ക് ടൈമില്ലായിരുന്നു. ഡ്രസ്സൊക്കെ 2 ദിവസം മുമ്പായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മേക്കപ്പിന്റെ കാര്യം ആളുടെ ഫ്രണ്ടിനായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ഈ വീഡിയോ കണ്ടിട്ടായിരുന്നു കേട്ടോ ആള് ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ആയിരുന്നു എനിക്ക് റെഫറൻസ് ആയിട്ടും ആള് തന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വഴി വന്ന ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ബ്രൈഡിനായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഞാൻ നടത്തിയിട്ടില്ലായിരുന്നു. മേക്കപ്പ് എങ്ങനെ വേണം എന്നുള്ള ചോദ്യത്തിന് ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഫ്രണ്ടിന് ചെയ്ത മേക്കപ്പ് ഉണ്ടല്ലോ അതിനനുസരിച്ചുള്ള സിമ്പിൾ മേക്കപ്പ് മതി. ഇതാണ് എന്റെ ഡ്രസ്സ്, ഈ ഡ്രസ്സിലേക്ക് മാച്ചായ സിമ്പിൾ മേക്കപ്പും പിന്നെ ഹെയർ സ്റ്റൈൽ എനിക്ക് സൈഡാണ് എപ്പോഴും ചേരാറ്, അതുകൊണ്ട് എനിക്ക് സൈഡ് തന്നെ മതി കേട്ടോ എന്ന് പ്രത്യേകം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ ഇഷ്ടത്തിനായിരുന്നു നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ലെൻസ് വെച്ചപ്പോൾ പോലും ആള് ഭയങ്കര കൺസേൺ ആയിരുന്നു, ഇത് കൂടിപ്പോയോ എന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുടെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് റിവ്യൂ എടുത്തതിന് ശേഷം കേട്ടോ ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നേ. ആളും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പൊ ആളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. സൈനിങ് ഓഫ്.